ഹലോ ഡിയേഴ്സ്, ഐറൻ ഫാഷൻ കോർണറിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു ബ്ലൗസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഒരു ബ്ലൗസ് ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാനായിട്ട് എങ്ങനെ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിൽ കുറച്ച് ടിപ്സാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ടിപ്സ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് കുറച്ചും കൂടി സ്പീഡായിട്ട് എങ്ങനെ ചെയ്ത് തീർക്കാമെന്ന്. ഇതിൻ്റെ നെക്ക് കണ്ടോ ഞാൻ ചെയ്തിരിക്കുന്നത് ക്യാൻവാസിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് ചുരിദാർ തയ്ക്കാൻ അറിയുന്ന ഒരാൾക്ക് ഒരു ബ്ലൗസിൻ്റെ കഴുത്തും ക്യാൻവാസിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഈ ഞാൻ ചെയ്തിരിക്കുന്ന സൈഡ് നമുക്ക് പ്ലീറ്റ്സ് വരുന്ന സൈഡ് ഉണ്ടല്ലോ, അത് ഫ്രണ്ടിലെ പോർഷൻ, ഫ്രണ്ടിലെ കഴുത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് അതിൽ കാണുമ്പോൾ മനസ്സിലാവും. ബാക്കി അവിടെ നിന്ന് താഴേക്ക് ബാക്ക് നെക്കും അത് കഴിഞ്ഞ് ഫ്രണ്ടിൽ നമുക്ക് കാണുന്ന സൈഡ് ഉണ്ടല്ലോ, ബ്ലൗസിൻ്റെ കാണുന്ന സൈഡും എല്ലാം ഞാൻ ഹെം ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കഴുത്തിൻ്റെ ആ ഒരു കാണുന്ന പോർഷൻ ഉണ്ടല്ലോ, അത് ആ ക്യാൻവാസ് വരുമ്പോൾ കുറച്ച് വീതിയിൽ കാണുന്നേ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ താഴെ ബാക്ക് സൈഡിൽ വരുന്ന ആ ഒരു ബാൻഡ് ഉണ്ടല്ലോ, അതും ഞാൻ സ്റ്റിച്ച് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൃത്തികേടല്ലേ, ഇതെന്ത് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. പക്ഷേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് 1 hours കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് ബ്ലൗസെല്ലാം തയ്ച്ചു കൊടുക്കുന്നവർ ഇങ്ങനെയാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അവർ ഹെം ചെയ്യാനൊന്നും നിൽക്കാറില്ല. ഇതാകുമ്പോൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എത്ര മടിയുള്ളവർക്കും ബ്ലൗസ് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഫ്രണ്ടിലെ പോർഷനിൽ ഫ്രണ്ടിൽ നമ്മൾ ബാൻഡ് വെച്ച് കൊടുക്കുമല്ലോ, ആ ഫ്രണ്ടിലെ ബാൻഡും ഞാൻ കുറച്ച് എളുപ്പ വഴിയിലാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഈസി മെത്തേഡാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക് കണ്ടല്ലോ നിങ്ങൾ, ഇനി കണ്ടില്ല എന്ന് പറഞ്ഞേക്കരുതേ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലെ ആ ഒരു സെക്ഷൻ എങ്ങനെയാണെന്നുള്ളതും കൂടി നോക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം കേട്ടോ. ഫ്രണ്ടിലെ ബാൻഡ് നമ്മളെപ്പോഴും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഷേപ്പ് ചെയ്തെടുക്കൂല്ലേ. ഇത് ഞാൻ ഷേപ്പൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് ബൊട്ടിക് സ്റ്റൈൽ ബ്ലൗസ് സ്റ്റിച്ചിങ് വരുമ്പോഴത്തേനും അവർ പെട്ടെന്ന് തന്നെ ഈ ലെഹങ്കയ്ക്കൊക്കെ ബ്ലൗസ് തയ്ക്കുമല്ലോ, ആ ലെഹങ്ക ബ്ലൗസ് എല്ലാം തയ്ക്കുമ്പോഴത്തേനും ഇങ്ങനെയാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബാൻഡാണ് വെച്ച് കൊടുക്കുന്നത്. അത് പക്ഷേ സാരി ബ്ലൗസിന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വൃത്തികേടായിരിക്കും എന്നുള്ള ചിന്തയോ എന്തൊക്കെയോ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് ആരും തന്നെ ചെയ്യാറില്ല. പക്ഷെ ഞാനിതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് നോക്കിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു കാര്യം കൂടിയാണ്, നമുക്ക് ഈ തയ്യൽ തുമ്പ് വരുന്നുണ്ടല്ലോ, ആ തയ്യൽ തുമ്പിൻ്റെ ആ തുമ്പിൽ വരുന്ന നൂലുകളെ മറയ്ക്കാനുള്ള ഒരു മെത്തേഡ്. നമ്മൾ ആ ലൈനിങ് പീസ് എക്സ്ട്രാ ഒരു 1 ഇഞ്ചിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് അത് ആ തയ്യൽ തുമ്പിൽ ഒന്ന് വെച്ച് മറച്ചടിച്ചിക്കാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റിച്ചിങ് കഴിഞ്ഞ ഒരു ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് ലോക്കിംഗ് മെഷീൻ ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് പ്രത്യേകം ഒരാളുടെ സഹായമൊന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്തായാലും കമൻറ്റ് അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോയേക്കണേ. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ.